വിശുദ്ധ റമദാനോടനുബന്ധിച്ച് ഒമാനിൽ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കുമായി പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. തൊഴിലാളികളുടെ സുരക്ഷയും മികച്ച തൊഴിൽ അന്തരീക്ഷവും പരിഗണിച്ചാണ് നിർദ്ദേശം. ഉപവാസ സമയത്ത് തുടർച്ചയായി കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിലുണ്ട്. ഒമാനിലെ തൊഴിലുടമകളും ജീവനക്കാരും റംദാൻ മാസത്തിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ചത്. ഉപവാസ സമയത്ത് ദീർഘനേരം തുടർച്ചയായി ജോലി ചെയ്യുന്നത് ഒഴിവാക്കണം. ഇതിനായി ഫ്ലെക്സിബിൾ വർക്ക് ഷിഫ്റ്റുകൾ അനുവദിക്കാം. തുറസായ സ്ഥലങ്ങളിലും വെയിലേൽക്കുന്ന സ്ഥലങ്ങളിലുമുള്ള ജോലി സമയം കുറയ്ക്കണം. ജീവനക്കാരുടെ ക്ഷീണം നിരീക്ഷിക്കുക, പ്രഥമ ശുശ്രൂഷയും അടിയന്തര ചികിത്സയും വേഗത്തിൽ ഉറപ്പാക്കുക തുടങ്ങിയവ തൊഴിലുടമയുടെ ഉത്തരവാദിത്തങ്ങളാണ്. ജോലി സമയത്തെ അപകടങ്ങളെക്കുറിച്ചും പ്രതിരോധ നടപടികളെക്കുറിച്ചും ജീവനക്കാരെ ബോധവൽക്കരിക്കണം. ജീവനക്കാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമം ഉറപ്പാക്കാനായി സമ്മർദ്ദം കുറയ്ക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. തൊഴിലാളികൾക്ക് ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകാൻ തണുത്ത വെള്ളം ലഭ്യമാക്കണം. രാത്രിയിൽ മതിയായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് തൊഴിലാളിയുടെ ഉത്തരവാദിത്വമാണ്. ക്ഷീണത്തിലേക്ക് നയിച്ചേക്കാവുന്ന അനാവശ്യ യാത്രകൾ തൊഴിലാളികൾ ഒഴിവാക്കണം. സുഹൂർ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ഇഫ്താറിൽ കഫീൻ അടങ്ങിയതും പഞ്ചസാര അടങ്ങിയതുമായ പാനീയങ്ങൾ ഒഴിവാക്കുക എന്നിവയെല്ലാം ജീവനക്കാർക്കുള്ള നിർദ്ദേശങ്ങളിലുണ്ട്. തൊഴിലാളികൾ ഉപവാസമില്ലാത്ത സമയങ്ങളിൽ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു. ആരോഗ്യസ്ഥിതികളെക്കുറിച്ചും കഴിക്കുന്ന മരുന്നിനെക്കുറിച്ചും സൂപ്പർവൈസർമാരെ അറിയിക്കണം. തൊഴിൽ, ആരോഗ്യം, സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് തൊഴിലുടമ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാൻ തൊഴിലാളികൾ ബാധ്യസ്ഥരാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.